നമസ്കാരം, എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോളേജ് ഓഫ് ഹിന്ദുസം പാർട്ട് 7 ആണ്. മുൻ വീഡിയോകൾ കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറിയാത്തവർക്ക് അറിയാനും അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ വീഡിയോ. ഇനി വീഡിയോയിലേക്ക് പോവാം. പുരാണങ്ങൾ എത്രണ്ണം ഉണ്ട്? 18. 18 പുരാണങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മം, പദ്മം, വിഷ്ണു, ശിവ, ഭാഗവത, നാരദ, മാർക്കണ്ഡേയ, അഗ്നി, ഭവിഷ്യ, ബ്രഹ്മവൈവർത്ത, ലിംഗ, വരാഹ, സ്കന്ദ, വാമന, കൂർമ്മ, ഗരുഡ, ബ്രഹ്മാണ്ഡ, മത്സ്യപുരാണങ്ങൾ. ത്രിലോകങ്ങൾ ഏതെല്ലാമാണ്? സ്വർഗം, ഭൂമി, പാതാളം. ത്രിഗുണങ്ങൾ ഏതെല്ലാമാണ്? സദ്ഗുണം, രജോഗുണം, തമോ ഗുണം. ത്രികർമ്മങ്ങൾ ഏതെല്ലാമാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ത്രികാരണങ്ങൾ ഏതെല്ലാമാണ്? മനസ്സ്, വാക്ക്, ശരീരം. ഈശ്വര പൂജയിൽ ഹിന്ദുക്കൾ ആദ്യമായി ഉപയോഗിക്കുന്ന മന്ത്രം ഓം. യോഗ ആദ്യമായി പഠിപ്പിച്ചത് ആരെയെ? പരമശിവൻ പാർവതിയെ. മോക്ഷം നൽകുന്ന സപ്തപുണ്യ നഗരികൾ ഏതെല്ലാമാണ്? അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പൂരി, ദ്വാരക. പഞ്ചമഹായജ്ഞങ്ങൾ ഏതെല്ലാമാണ്? ഭൂതയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ബ്രഹ്മയജ്ഞം. പഞ്ചദേവതകൾ ഏതെല്ലാമാണ്? ആദിത്യൻ, ഗണേശൻ, ശിവൻ, വിഷ്ണു, ദേവി. യുഗങ്ങൾ ഏതെല്ലാമാണ്? കൃതിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. പഞ്ചഭൂതങ്ങൾ ഏതെല്ലാമാണ്? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. പഞ്ചമാതാക്കൾ ആരെല്ലാമാണ്? അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. സപ്തഋഷികൾ ആരെല്ലാമാണ്? മരീചി, അംഗിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, വസിഷ്ഠൻ, കൃതു. ചിരഞ്ജീവികൾ ആരെല്ലാമാണ്? അശ്വത്ഥാമാവ്, മഹാബലി, വേദവ്യാസൻ, വിഭീഷണൻ, ഹനുമാൻ, കൃപർ, പരശുരാമൻ. നവഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ആദിത്യൻ, ചന്ദ്രൻ, കുജൻ അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ദശാവതാരങ്ങൾ ഏതെല്ലാമാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. കുമാരസൂക്ത അർച്ചന നടത്തിയാലുള്ള ഫലം സുബ്രഹ്മണ്യ പ്രീതി. പഞ്ചലോഹങ്ങൾ ഏതെല്ലാമാണ്? ചെമ്പ്, ഇരുമ്പ്, വെള്ളി, ഈയം, സ്വർണം. ചതുര ആശ്രമങ്ങൾ ഏതെല്ലാമാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഫലം എന്താണ്? ആയുരാരോഗ്യ വർധന. സാരസ്വത അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? വിദ്യയിൽ അഭിവൃദ്ധി. ഗുരുതി പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ആഭിചാര ദോഷം നീങ്ങിക്കിട്ടാൻ. സ്വാസ്തി അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? യാത്രകളിൽ കാര്യസിദ്ധി. ഭാഗ്യ അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? കാര്യസാധ്യവും ധനസമ്പാദനവും. രാഹു പൂജ ചെയ്താലുള്ള ഫലം എന്താണ്? സർപ്പദോഷ ശമനം. ആയുർഅർച്ചനന്റെ ഫലം എന്താണ്? രോഗശമനവും ദീർഘായുസ്സും. സംവാദ അർച്ചനയുടെ ഫലം എന്താണ്? ഐക്യമത്യവും സൗഹൃദവും. ദേവി അർച്ചനയുടെ ഫലം എന്താണ്? ദേവി പ്രീതി ലഭിക്കുക. സ്വയംവര മന്ത്രാർച്ചനയുടെ ഫലം എന്താണ്? വിവാഹ തടസ്സം നീങ്ങാൻ. രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഫലം എന്താണ്? ശത്രുദോഷ ശമനവും അഭിഷ്ടി സിദ്ധി.
ദേഹപുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഫലം എന്താണ്? ശാരീരിക ക്ലേശ നിവാരണം. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? മോക്ഷം, ഇഷ്ടസന്താന ലാഭം. സ്വയംവര പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഫലം എന്താണ്? മംഗല്യസിദ്ധി. ശത്രു സംഹാര മന്ത്രാർച്ചനയുടെ ഫലം എന്താണ്? ശത്രു സംഹാരത്തിന്. സർവരോഗശാന്തി മന്ത്രാർച്ചനയുടെ ഫലം എന്താണ്? രോഗശാന്തി. ഗൃഹപൂജകളുടെ ഫലം എന്താണ്? ഗൃഹപിഴ ദോഷശാന്തിക്ക്. സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ഐശ്വര്യം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ഭാഗ്യലബ്ധിയും സമ്പൽ സമൃദ്ധിയും. ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? കലഹനിവൃത്തിയും മത്സരം ഒഴിവാക്കലും. ആയുർസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ദീർഘായുസ്. ശ്രീ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? സ്ത്രീത്വം വർദ്ധിക്കുന്നതിനും സമ്പൽ സമൃദ്ധിയും. ശ്രീ രുദ്ര സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ദുരിതനാശനവും സർവാഭിഷ്ട സിദ്ധിയും. ദുരിതഹര മന്ത്ര പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം മുൻജന്മ പാപ പരിഹാരം. ത്രയംബക പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം അഭിഷ്ടിസിദ്ധിയും യശസ്സും. സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം മംഗളലബ്ധി. പാശുപത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം നാൽക്കാലികളുടെ രോഗശമനത്തിന്. ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം ശാരീരിക ബലം വർദ്ധിക്കുന്നു. ബില്വപത്ര പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം ശിവസായുജ്യം. ശിവ അഭിഷേകത്തിന് നല്ലെണ്ണ കൊണ്ടുള്ള ഫലം മനഃശാന്തി. ശിവ അഭിഷേകത്തിന് ഇളനീർ കൊണ്ടുള്ള ഫലം ദോഷമുക്തി സായുജ്യം. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ എത്രാമത്തെ അവതാരമാണ്? 7ാമത്തെ. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ടുള്ള ഫലം പാപശാന്തിയും മുക്തിയും. മഹാലക്ഷ്മി വ്രതം എടുക്കുന്നത് കൊണ്ടുള്ള ഫലം ധനസമൃദ്ധി. ശിവ അഭിഷേകത്തിന് പാൽ കൊണ്ടുള്ള ഫലം എന്താണ്? ആയുർവർദ്ധനവ്, മരണഭീതി മാറാൻ. ശിവാഭിഷേകത്തിന് പഞ്ചാമൃതം കൊണ്ടുള്ള ഫലം ജീവിതത്തിൽ വിജയം. ശിവ അഭിഷേകത്തിന് നെയ്യ് കൊണ്ടുള്ള ഫലം പഞ്ചമുക്തി ലാഭം. ശിവരാത്രി വ്രതം കൊണ്ടുള്ള ഫലം സകലവിധ പാപമോചനം. രാമായണ രചനയ്ക്ക് കാരണഭൂതരായി വർത്തിച്ചവരാരാണ്? സപ്തർഷികൾ. രാമരാവണ യുദ്ധം നടന്നത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ്? 7 ദിവസങ്ങൾ. ഷഷ്ഠി വ്രതം കൊണ്ടുള്ള ഫലം സന്താന സൗഖ്യം, ത്വക്ക് രോഗശാന്തിയും. പ്രദോഷ വ്രതം കൊണ്ടുള്ള ഫലം ശത്രുനാശനം. പൗർണമി വ്രതം കൊണ്ടുള്ള ഫലം മനോബലം, ഐശ്വര്യം, മാംഗല്യം. തിരുവാതിര വ്രതം കൊണ്ടുള്ള ഫലം ദീർഘമാംഗല്യം, ദാമ്പത്യ സൗഖ്യം. അമാവാസി വ്രതം കൊണ്ടുള്ള ഫലം വംശാഭിവൃദ്ധി, ആരോഗ്യം, സമ്പത്ത്, പ്രീതികരം. നാഗപഞ്ചമി വ്രതം കൊണ്ടുള്ള ഫലം സർപ്പദോഷങ്ങൾ അകലുന്നു. ശ്രീരാമനവമി വ്രതം കൊണ്ടുള്ള ഫലം സർവപാപഹരം, അഭിഷ്ടിസിദ്ധി. വിനായക ചതുർത്ഥി വ്രതം കൊണ്ടുള്ള ഫലം സർവ വിഘ്ന നിവാരണം. സാരസ്വത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം വിദ്യാലാഭം, മുക്തി നിവാരണം. വൈശാഖ വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം സർവപാപ നിവാരണം. അക്ഷയ തൃതീയ വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം
ക്ഷയിക്കാത്ത പുണ്യം കരാതകമാവുന്നു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അനുഷ്ഠിച്ചാലുള്ള ഫലം ജന്മാന്തരങ്ങളുള്ള പാപങ്ങളിൽ നിന്നും മോചനം. മണ്ഡലകാല വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മസായുജ്യവും പരിശുദ്ധിയും. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് കടത്തണം ബെൽ ബട്ടൺ ഓൾ നിറർത്തുക. ഞാനിട്ട പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.